എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ച് ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. സിനിമ പഠിക്കാനുള്ള ജീവിതാനുഭവങ്ങൾ പഠിക്കാനുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഈ ഒരു ഏജ് റേഞ്ചിലായിരുന്നു കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന ഒരു അഡൽട്ട് ആവുന്നതും. അപ്പോൾ അത് ബെസ്റ്റായിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഞാൻ പഠിച്ചു എന്നാണ്. അഡ്വൈസ് രാജുവേട്ടൻ വന്ന ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ എന്നോട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്ത് മാനറിസങ്ങളും എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് രാജുവേട്ടൻ എനിക്ക് തന്നത്. സോ ആ അൾട്ടിമേറ്റ് ഫ്രീഡം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നീ എന്നാണ് എന്നോട് പറഞ്ഞത്. സിനിമയിൽ നജീബിനേക്കാൾ ഒരു നോവായിട്ട് നിൽക്കുന്നത് ഹക്കീമിൻ്റെ കഥാപാത്രമായിരിക്കും. അപ്പോൾ എന്തായിരുന്നു എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളെപ്പോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാനും സിനിമ കാണുന്നത്. ഡബിങ്ങിന് ശേഷം ആദ്യമായിട്ടാണ് ഞാനും സിനിമ കാണുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിലും ഒരു എന്താ പറയുക, ഇമോഷൻസൊക്കെ മാറി മറിഞ്ഞ് അലിയടിച്ച് എന്താ പറയുക, എന്തോ ഒരു നൊമ്പരം പോലെ ഒരു അവസാനം ആ ടൈറ്റിൽ കാർഡ് കാണിച്ചപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഒരു നൊമ്പരം, ചില നജീബൊക്കെ രക്ഷപ്പെട്ടതിൻ്റെ ഒരു സന്തോഷം, ഒരു റിലീഫ് എല്ലാം ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ റൈഡായിരുന്നു. വായിച്ചിട്ടുണ്ടോ ആടുജീവിത നോവൽ? ചിത്രത്തിന്റെ സമയത്താണോ വായിച്ചത് അല്ലെങ്കിൽ ചിത്രീകരണത്തിന് മുന്നേ, സിനിമയ്ക്ക് മുന്നേ വായിച്ചിട്ടുണ്ടോ? സിനിമയ്ക്ക് മുന്നേ, അതായത് ഓഡീഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ആടുജീവിതം വായിച്ചിട്ടുള്ളത്. അപ്പോൾ വായിച്ച എല്ലാ മലയാളികളെയും പോലെ തന്നെ 3 മണിക്കൂർ കൊണ്ട് ഒറ്റ ഇരുപ്പിന് വായിച്ചു കൊടുത്ത ഒരാളാണ്. ഒരു ഓർഡർ എടുത്തിട്ടുണ്ട്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.